കാക്കനാട്ടെ ജയിലിൽ ബോച്ചയെ കാണാൻ 3 VIP-കളെത്തി. എന്നാൽ ഈ വന്നത് ആരാണെന്നോ എന്തിനു വേണ്ടി വന്നുവെന്നോ അല്ലെങ്കിൽ ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നുവെന്നോ ആർക്കും അറിയില്ല. മാത്രമല്ല ജയിലിലേക്ക് എത്തിയ VIP-കളുടെ യാതൊരു വിവരവും ജയിലിലെ സന്ദർശക റെക്കോർഡിലും ഇല്ല. ജയിലിൽ നിന്നും ഇപ്പോഴത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അതിലാണ് ഞെട്ടിക്കുന്ന VIP സന്ദർശനത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഹണി റോസിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഉച്ചയ്ക്ക് പിന്നാലെ ജാമ്യം അനുവദിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബോച്ചയെ പാർപ്പിച്ചിരുന്ന ജയിലിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. സംഭവത്തിൽ ജയിൽ വകുപ്പ് അന്വേഷണം നടത്തിയേക്കുമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. അതായത് CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ട് എന്ന് തന്നെ ജയിൽ ആസ്ഥാനത്ത് ലഭിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ബോച്ചയ്ക്ക് VIP പരിഗണന ലഭിച്ചതിന് പിന്നിൽ ഉന്നത ജയിൽ ഉദ്യോഗസ്ഥന്റെ ഇടപെടലുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ഹണി റോസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തത്. ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം വയനാട്ടിലെ ബോച്ചയുടെ എസ്റ്റേറ്റിൽ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. എറണാകുളത്ത് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ബോച്ചയെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ കാക്കനാട്ടെ ജയിലിലാക്കിയത്. അതേസമയം ബോച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് 3:30 ജാമ്യം അനുവദിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ വിധികെട്ട ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് ജാമ്യം അനുവദിക്കാമെന്ന് വാക്കാൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ബോച്ചയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചെങ്കിലും ജാമ്യം അനുവദിക്കാമെന്ന നിലപാടായിരുന്നു കോടതിയും സ്വീകരിച്ചത്. ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തെങ്കിലും പോലീസ് കസ്റ്റഡി അപേക്ഷ പോലും നൽകിയിട്ടില്ലെന്നും ഇനിയും എന്തിനാണ് റിമാൻഡിൽ പാർപ്പിക്കുന്നതെന്നുമായിരുന്നു കോടതിയുടെ ചോദ്യം. ജാമ്യാപേക്ഷ പരിഗണിച്ച ഉടൻ തന്നെ പ്രതിഭാഗ അഭിഭാഷകൻ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും കയ്യിൽ പിടിച്ചു എന്നതും ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നതും ശരിയല്ല എന്നും ഇപ്പോൾ തന്നെ 6 ദിവസം ജയിലിൽ കഴിഞ്ഞുവെന്നുമാണ് അഭിഭാഷകൻ പറഞ്ഞത്. പരമാവധി 3 വർഷം വരെ തടവ് കിട്ടാവുന്ന വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് 1 ദിവസത്തെ റിമാൻഡ് പോലും ആവശ്യമില്ല തുടങ്ങിയ വാദങ്ങളായിരുന്നു പ്രതിഭാഗം ഉന്നയിച്ചത്. കേസിന്റെ മേറ്റിലേക്ക് കടന്നാൽ താൻ അതിന് എതിരാണെന്നും അതിനാൽ അക്കാര്യങ്ങൾ വിചാരണയിൽ പറഞ്ഞാൽ മതിയെന്നും കോടതി പ്രതികരിച്ചു. അതേസമയം ബോച്ചയ്ക്ക് ജാമ്യം നൽകരുതെന്നും സമൂഹത്തിന് ശക്തമായ സന്ദേശം നൽകുന്നതായിരിക്കണം ഈ വിധിയെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. തുടർന്ന് ബോബി ചെമ്മണ്ണൂർ നൽകിയ അഭിമുഖങ്ങളും ബോബിയുടെ പ്രസ്താവനകളും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത് കേട്ടാൽ ദ്വയാർത്ഥമാണെന്ന് മലയാളികൾക്ക് മനസ്സിലാകുമല്ലോ എന്നായിരുന്നു കോടതി പ്രതിഭാഗം അഭിഭാഷകനോട് ആരാഞ്ഞത്. ഹണി റോസ് അത്ര പ്രധാനപ്പെട്ട അഭിനേത്രി അല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തിനാണ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നതെന്നും കോടതി ചോദിച്ചിരുന്നു. ബോബി കയ്യിൽ പിടിച്ച് കറക്കിയപ്പോൾ ഹണി റോസ് എതിർപ്പ് പറഞ്ഞില്ല തുടങ്ങിയ പ്രതിഭാഗത്തിന്റെ വാദത്തിനോട് അത് അവരുടെ മാന്യത കൊണ്ടാണ് എന്നായിരുന്നു കോടതിയുടെ പ്രതികരണം. റിമാൻഡ് തുടരണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും അനുകൂലമായല്ല കോടതി പ്രതികരിച്ചത്. എന്തിനാണ് ഇനിയും അതിന്റെ ആവശ്യമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. പോലീസ് കസ്റ്റഡി പോലും ചോദിച്ചിട്ടില്ല. സമൂഹത്തിന് സന്ദേശം കിട്ടണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ സമൂഹത്തിന് അത് ഇതിനകം തന്നെ മനസ്സിലായി കഴിഞ്ഞുവെന്നായിരുന്നു കോടതിയുടെയും പ്രതികരണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.